ആ ജാതി ചോദിക്കരുത്, ജാതി പറയരുത്, ശരിയല്ലേ? ബൈ ദ ബൈ, അപ്പോൾ ഞാൻ ഇന്ന് പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പത്തിരി ഉണ്ടാക്കാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും നിനക്ക് പത്തിരി ഉണ്ടാക്കാൻ അറിയുമോ, പത്തിരി ഉണ്ടാക്കാൻ ഭയങ്കര പാടല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഒരു ഗ്ലാസ് പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ എടുക്കുക. ഒരു നുള്ളുപ്പും ഒരു ഇത്തിരി ഓയിലും കൂടി ഇട്ട് വെളിച്ചെണ്ണ ഇട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക. നേരെ സ്റ്റൗവിലേക്ക് കയറ്റുക. നന്നായിട്ട് വാട്ടി എടുക്കുക. പൊടി നല്ലോണം പറ്റി വെള്ളം സ്റ്റൗവിൽ ഇരുന്ന് തന്നെ നമുക്ക് പറ്റും. സിമ്മിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് നമുക്ക് നേരെ ഒരു ബേസണിലേക്ക് വെച്ചിട്ട് ഒന്ന് ചൂടൊന്ന് ആറി കഴിയുമ്പോൾ ചെറിയ ചൂടോട് തന്നെ കുഴക്കണം കേട്ടോ, എന്നാലും ആ ഒരു പരുവം കിട്ടുള്ളൂ. പത്തിരിക്ക് നന്നായിട്ട് കുഴയാണ് മുഖ്യമെങ്കിലേ. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത് നന്നായിട്ട് ചപ്പാത്തിയുടെ പോലെയൊക്കെ കുഴച്ചെടുത്ത് ഉരുട്ടി ഓരോ നാരങ്ങയുടെ വലുപ്പത്തിൽ ഉരുളകളാക്കിയിട്ട് പ്രസ് ഉണ്ടെങ്കിൽ ബെസ്റ്റാണ്. നന്നായിട്ട് പ്രസ്സിലിട്ട് ഓരോന്നും നമുക്ക് ഇങ്ങനെ എടുക്കാം. നേരെ തവയിലേക്ക് ഇടട്ടോ. നല്ല ചൂടായിരുന്ന തവയിലേക്ക് വേഗം ഇട്ട് കൊടുക്കാം. ഞാനപ്പോൾ ഇരുമ്പിൻ്റെ തവയിലാണ് ഇട്ടിടുന്നത്. ഓരോ ടൈമിൽ ഞാൻ അറ്റ് എ ടൈം 3 എണ്ണമൊക്കെ വെച്ചിട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ വേഗം നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ 3 എണ്ണം വെച്ച് വേഗം ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ പൊങ്ങി നല്ല ഫ്ലഫി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നൈസ് പത്തിരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കിഡിലൻ റെസിപ്പിയാണ്, എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. വലിയ സംഭവമൊന്നുമല്ല കേട്ടോ, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ കുക്കിങ്ങൊക്കെ താല്പര്യമുള്ളവർക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണ് നൈസ് പത്തിരി. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ്. ഇപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കുന്നതിൽ എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് പത്തിരി. അപ്പം എന്തായാലും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്.